അടിമാലി പൊളിഞ്ഞ പാലത്ത് വാക്കത്തിയുമായി പോലീസ് നടുറോഡിറങ്ങിയത് കണ്ട് പരിസരവാസികളൊക്കെ അമ്പരന്നു. പിന്നീട് കാര്യം മനസ്സിലായതോടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ കൈയടിച്ചൊപ്പം ചേർന്നു. അടിമാലി കുമളി ദേശീയപാതയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് കാഴ്ചമറച്ചതോടെ കാട് വെട്ടി അപകട സാധ്യത ഒഴിവാക്കാനായിരുന്നു ഒഴിവ് സമയം നോക്കി അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിലെ SI സിജു ജേക്കബ്, കോൺസ്റ്റബിൾ അനീഷ് എസ് എന്നിവർ മാതൃകാ പ്രവർത്തനവുമായി എത്തിയത്. നിയമപാലനമാണ് പോലീസിന്റെ പ്രധാന ചുമതല. എന്നാൽ വേണ്ടി വന്നാൽ പോലീസ് കാടും വെട്ടും. അടിമാലി കുമളി ദേശീയപാതയോരത്ത് പൊളിഞ്ഞ പാലത്തിന് സമീപം കാഴ്ച മറയ്ക്കും വിധം കഴിഞ്ഞ കുറച്ചു നാളുകളായി പൊന്തക്കാട് വളർന്നു നിന്നിരുന്നു. എതിർ ദിശകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വിധം കൊടും വളവിലടക്കം കാട് പന്തലിച്ചു. കാട് വെട്ടി നീക്കാനും അപകട സാധ്യത ഒഴിവാക്കാനും ആരും ഇതുവരെ തയ്യാറാകാതെ വന്നതോടെയാണ് അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിലെ SI സിജു ജേക്കബ്, കോൺസ്റ്റബിൾ അനീഷ് എസ് എന്നിവർ തങ്ങളുടെ ഒഴിവു സമയത്ത് പാതയോരത്തെ പൊന്തക്കാട് വെട്ടി നീക്കാൻ എത്തിയത്. ഞങ്ങൾ ഈ കാട് വെട്ടി തെളിച്ച് റോഡിൻ്റെ വിസിബിലിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയതാണ്. ഇതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഓക്കെ. മുമ്പിതുവഴി സഞ്ചരിച്ചപ്പോഴൊക്കെയും കാട് വെട്ടി നീക്കണമെന്നിവർ വിചാരിച്ചുവെങ്കിലും ആയുധം കയ്യിലുണ്ടായിരുന്നില്ല. ഇന്ന് വാക്കത്തി അടക്കം സംഘടിപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെത്തി പാതയോരത്തെ കാട് വെട്ടി കാഴ്ച സുഗമമാക്കി. പൊളിഞ്ഞ പാലം കഴിഞ്ഞ് വള്ളപ്പടിക്കും പൊളിഞ്ഞ പാലത്തിനിടയ്ക്കുള്ള വളവിൽ നിറച്ച് കാടും എത്തിക്കിടക്കുക. റോഡിന് സൈഡിൽ നിന്ന് വന്നവർക്ക് വാഹനങ്ങൾ സൈഡിൽ നിന്ന് തന്നെ വാഹനങ്ങൾ കാണാൻ പാടാത്തോളം കാട് എത്തിക്കിടക്കുക. ഇത് വെട്ടിക്കളയണമെന്ന് ഞങ്ങൾക്ക് കുറേ ദിവസമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങളങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ ആയുധങ്ങൾ വാങ്ങി വലിയ തിരക്കില്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഞങ്ങൾ ആ കാടുകൾ ഒക്കെ ഇന്ന് വെട്ടിക്കളയുകയാണ്. രാവിലെ പോലീസ് വാഹനം പാതയോരത്ത് നിർത്തി വാക്കത്തിയുമായി പോലീസ് നടു റോഡിലിറങ്ങിയത് കണ്ട് പരിസരവാസികൾ അമ്പരന്നു. ഏതെങ്കിലും കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണോ രണ്ട് പോലീസുകാരുടെ കാട് വെട്ടെന്ന് ആദ്യം പരിസരവാസികളും ഇതുവഴി കടന്നുപോയവരും സംശയിച്ചു. ഇതിന് സമീപത്തായാണ് ഒരു മോഷണ കേസ് നടന്നത് എന്നതിനാൽ ആളുകളുടെ സംശയത്തിന് ആക്കം കൂടി. പിന്നീട് കാര്യം അറിഞ്ഞതോടെ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ കൈയടിച്ച് ഒപ്പം ചേർന്നു. കാര്യം എന്തായാലും കാട് വെട്ടിക്കഴിഞ്ഞതോടെ കാഴ്ച മറഞ്ഞുള്ള ഈ ഭാഗത്തെ അപകട സാധ്യത ഒഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.